എല്ലാവർക്കും നമസ്കാരം. സീതയുടെ വേൾഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ലയിലാണ്. ഇന്നലെ നീനയുടെ കൂടെ ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. രാവിലെ ആമ എണീറ്റിട്ടില്ല, അമ്മ ഉണ്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ ഒന്ന് പരിസരമൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. കാരണം ഇന്നലെ നൈറ്റാണ് എത്തിയത്, അപ്പോൾ കാണാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് രാവിലെ എണീച്ച് പറമ്പിൽ കൂടെയൊക്കെ നടന്ന് അപ്പം ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാം, ഞങ്ങളുടെ യാത്ര വിശേഷങ്ങളും കാണാം. അപ്പുറത്ത് നല്ല തണുപ്പായിരുന്നു. ജിപ്പിന് അമ്മ സ്ഥിരം ഇവിടെ വരും. ജിപ്പിനെ ഇങ്ങോട്ട് കുളിക്കാൻ അമ്മ ഇടയ്ക്കിടെ കാറ്റിൽ നിന്ന് മുങ്ങിയില്ല. അതായത് അച്ഛൻ്റെ കുടുംബം. തുണി അലക്കാനുള്ള കല്ലെല്ലാം ഉണ്ട് അപ്പുറത്തിട്ടുണ്ട്. ഓ 4-5 കല്ലുണ്ട്. പിന്നെ അലക്കാനൊക്കെ ഉണ്ട്.
ആമി ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതാ വന്നത്. ആമിക്ക് പായസം കിട്ടി, വെണ്ണ കിട്ടി, പിന്നെ പൂജയൊക്കെ കഴിഞ്ഞു. അതാ ആമി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വെണ്ണയൊക്കെ. അപ്പോൾ ഇവിടെ വാമനപുരം വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് വന്നത്, മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ പേരിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. ഒരാൾ പിണങ്ങി ബാക്കിൽ നടക്കണമെന്നില്ല, അത് വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തതിന് പിണങ്ങി നടക്കുന്ന ആമി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമി ആമി അങ്ങനെ ഗർഭിണിയെ കൊണ്ട് ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ്. ഗർഭിണിയും കൊണ്ട് തെണ്ടാൻ ഇറങ്ങിയിട്ട് ഇപ്പം എവിടെ എത്തിയത്? അർച്ചന സിൽക്സ്. അതെ, അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. എന്താകും ഇത്? ആമി അവിടെ ഇറങ്ങിയിട്ട് അവസാനം ഞങ്ങൾ ബേക്കറി വരെ ബേക്കറി ഫുൾ ഒരു ഗർഭിണിയുടെ ബേക്കറി മുഴുവൻ വാങ്ങിക്കുന്ന ലക്ഷണം വില പറഞ്ഞു വെച്ചിരിക്കാം. ഗർഭിണിയുടെ ആഗ്രഹം കുപ്പിവള. എവിടെ കുപ്പിവള ഇട്ട കഴിച്ചിട്ട് ചേർന്നുണ്ട്. ഓ, ഈ നട്ടപ്ര വെയിലെ തന്നെ അവൾക്ക് കുപ്പിയോളം വാങ്ങിക്കണം.
നട്ടുച്ചയ്ക്ക് കരിവള വാങ്ങാൻ കുപ്പിവള വാങ്ങിക്കാൻ ഇറങ്ങിയ ഗർഭിണി ഒന്ന് കണ്ടോട്ടെ. ഇതാണ് 12 വിളക്ക്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നീന പറയും. അമ്പലത്തിൻ്റെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോക്കോളും നോക്കുന്നുണ്ട് വളരെ ചെറിയ രീതിയിലാണ് 12 വിളക്ക് ഈ വർഷം ആഘോഷിക്കുന്നത്. നമ്മുടെ സ്വന്തം രാജ്യം ഇതിൻ്റെ പരിസര പ്രദേശത്ത് എവിടെയൊക്കെ ഉണ്ട്. കൊച്ചിയിൽ നിന്ന് കയറിയതിന് ശേഷം ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല. നല്ല പണിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് 12 വിളക്കാണ്. വൃശ്ചിക മാസത്തിലെ 12-ാം ദിവസം. അത് വൃശ്ചിക മാസത്തിലെ 1-ാം ദിവസം, 12-ാം ദിവസം, 41, പിന്നെ മകരവിളക്ക്. ഇങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ. അപ്പോൾ 12 വിളക്ക് ഞങ്ങളുടെ ഇവിടെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് എൻ്റെ ഹസ്ബൻഡിനും ഫാമിലിക്ക് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇത്തവണയും ഭഗവാന്റെ ഇതും കൊണ്ട് നടത്താൻ പറ്റി. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, എന്നാലും നടത്താൻ പറ്റി. ഇതിനു വേണ്ടി മാത്രമാണ് കൊച്ചിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ വന്നത് തന്നെ. അതാണ് ഈ വ്ളോഗിൽ മുഴുവൻ നിങ്ങൾ കണ്ടത്. അതെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നീനയുടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി നീനയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി ഡിന്നർ. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്നൊക്കെ കാണാം. മീനെ പരിചയപ്പെടുത്താം. പറഞ്ഞു മുത്തേ. ഇത് ബട്ടൂര, ചോല, ഇത് അതിൻ്റെ കൂടെയുള്ള സലാഡ്. ഇതിനകത്ത് മല്ലിയിലയുണ്ട്, ഒനിയനുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുളകുണ്ട്. അതിൻ്റെ കൂടെ ഒഴിക്കാനുള്ള ലെമൺസ്. ഇത്രയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഇതൊക്കെ ആരുണ്ടാക്കിയേ? കുഞ്ഞമ്മയാണ് ഇതിന്റെ നോർത്ത് ഇന്ത്യൻ ഫുഡ്. എവിടെ കുഞ്ഞമ്മ വരൂ. അതന്നെ, കുഞ്ഞമ്മയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇങ്ങോട്ട് വരൂ. കുഞ്ഞമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞമ്മ വരൂ. കുഞ്ഞമ്മക്ക് വീഡിയോ ഒക്കെ ഭയങ്കര നാണുള്ള ആളാണ്. ഹെൽപ്പേഴ്സ് എവിടെ? ഹെൽപ്പേഴ്സ് എന്റെ ബ്രദർ, എന്റെ സിസ്റ്ററിലോ, എനിക്ക് പ്രശസ്തിയിൽ താല്പര്യമില്ല. ഒരാൾ മുഖം മറക്കുന്നു. അപ്പോ നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ? കുറെ പേര് വെയിറ്റ് ചെയ്തിരുന്നു. ഇനി ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഞങ്ങൾ കവിയൂർ അമ്പലത്തിലേക്ക് വരികയാണ്. ഇനി ഇവിടെ കൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, അത് പുറത്താണ്. അപ്പോൾ അത് താഴേക്ക് ഇറങ്ങി വരണം. അത് കാരണം താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും.
അങ്ങനെ കൃഷ്ണനെ തൊഴുത് അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്. അമ്മ അമ്മയൊക്കെ ഇരിക്കും. ഇതാണ് കവിയൂരമ്പലത്തിലെ പഴയ കുളവും അതിനോട് ചേർന്നുള്ള നാഗപ്രതിഷ്ഠയും. അങ്ങനെ മഹാദേവനെയും ഹനുമാനെയും കൃഷ്ണനെയും ഒക്കെ തൊഴുതിട്ട് ഞങ്ങൾ കവിയൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി ബാക്ക് ടു കൊച്ചി. ഞാൻ കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ തൊട്ട് കാണാത്ത ഒരാളാണ്. എനിക്ക് വ്ളോഗിൽ കിട്ടിയിട്ടില്ല. ഇതാണ് എന്റെ രാജ്യം. ഇപ്പോഴാണ് കാണുന്നത്. കൊച്ചിക്ക് തിരിച്ചു പോവാൻ നേരത്തെ എന്താ ചെയ്യാ, ബിസി ഗേളായിരുന്നു അല്ലേ. ഇന്നലെ അമ്പലത്തില് വിളക്കിന്റെ ഇങ്ങനെ പോണ കണ്ടു, അത്ര കണ്ടു. ഇപ്പഴാ കാണുന്നത്. ഇനി കൊച്ചി പോയിട്ട് ബാക്കി കാണാം. പ്രിയങ്ക ഭയങ്കര ബിസി ആയിരുന്നു. ഇത് നോക്ക്, പോവാൻ നേരത്ത് ടാറ്റ പറയാൻ വന്നിട്ടുണ്ട്. ഇത് നീനയുടെ അമ്മൂമ്മ. അമ്മതാ കൊച്ചിക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആമി സാധനങ്ങളൊക്കെ പെറുക്കുന്നുണ്ട്. ശങ്കരനും. ഗർഭിണിയെ കണ്ടോ നിങ്ങള്? ഫ്ലാസ്ക്, തിന്നാനുള്ള ഐറ്റംസ്, പിന്നെ തലേണ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കയറുള്ളൂ. ഞങ്ങൾ ഫുൾ സെറ്റപ്പാണ്. കൊച്ചി വരെ 8 മാസം വരെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. ഞങ്ങൾ പിന്നെ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വാള് വെക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഒരു പ്രസവം കഴിഞ്ഞ് വരെ ഞങ്ങളതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഗണത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ തിരുവല്ല യാത്ര അമ്പലത്തിലെ നമുക്ക് 2 ദിവസം ഉള്ളതുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അമ്പലത്തിലെ വിളക്ക് യാത്ര ഒക്കെ ഇവിടെ അവസാനിക്കുന്നു. ഇതാണ് നീനയുടെ പ്രശസ്തമായ മോഡേൺ ബേക്കറി. നീനെ കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ കടന്നു പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കേട്ടോ. എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിക്കുന്നത് എന്താ വാങ്ങുന്നതെന്ന് ആലോചിക്കാം. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഫേവറേറ്റ് ബേക്കറി. ഞാൻ പറഞ്ഞു ആദ്യമേ. അങ്ങനെ ഞാനും ചോക്ലേറ്റ്സും ഞങ്ങൾ ബാക്ക് ടു കൊച്ചി. രാവിലെ തന്നെ അമ്പലത്തിൽ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കയ്യിലിട്ടിട്ടിരിക്കുന്നുണ്ട്. രാജു എടുത്തേ. പിന്നെ അടിയാവരുത് പ്ലീസ്. പിന്നെ മോതിരോ എന്തൊക്കെയുണ്ട്. അപ്പൊ ഇനി ഞങ്ങളുടെ ബാക്കിയൊക്കെ കൊച്ചിയില്. ടാറ്റാ ബൈ ബൈ.